ജിൻസി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമുക്ക് പുതിയ ചാപ്റ്ററിലേക്ക് പോകാം. നിങ്ങളുടെ 4ാമത്തെ ചാപ്റ്ററാണ് ചാപ്റ്റർ 4 മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. നമ്മുടെ ഫസ്റ്റ് 2 ചാപ്റ്ററിനകത്തിലും നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ഫിസിക്സിൻ്റെ ബ്രാഞ്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആ കോൺസെപ്റ്റുകളാണ് നമ്മൾ പറയുന്നത്. അതായത് ചാർജസ് അറ്റ് റെസ്റ്റിലുള്ള ചാർജസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്ററുകളിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ചാർജസ് ഇൻ മോഷൻ. മോഷനിലുള്ള ഒരു ചാർജ്, കറണ്ട് ഉണ്ടാവാൻ കാരണം ചാർജസിൻ്റെ ഫ്ലോ ആണ്. കണ്ടക്ടറിനകത്തിൽ ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ അയോൺസ് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് കറണ്ട് അതിനകത്തിൽ ഉണ്ടാകുന്നത്. ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതിനകത്തും സോളിഡ് സ്റ്റേറ്റിലുള്ളതിനകത്തും അതിൻ്റെ ചില പ്രോപ്പർട്ടീസ്, അതിനകത്തിൽ ചാർജ് കാരിയേഴ്സ് അല്ലെങ്കിൽ ചാർജസ് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ അതാണ് കറണ്ട് ഫ്ലോ എന്ന് നമ്മൾ പറഞ്ഞു. ഇനിയും ഈ ചാപ്റ്ററിനകത്തിൽ 4ാമത്തെ ചാപ്റ്ററിനകത്തിൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ചുറ്റിനുമുള്ള മാഗ്നറ്റിക് ഫീൽഡുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, കറണ്ട് ഉള്ളിടത്ത് തീർച്ചയായിട്ടും ഇലക്ട്രിക് ഫീൽഡുണ്ട്. അതേ കൂട്ട് തന്നെ കറണ്ട് ഉള്ളിടത്ത് നമുക്ക് എന്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. വലിയ വലിയ കമ്പനികളിലൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പം വലിയ ഇലക്ട്രിക് കറണ്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിലോട്ട് നമ്മൾ പോകുമ്പോൾ, മെഷീനറീസിൻ്റെ അടുത്തോട്ട് പോകുമ്പം നമുക്ക് ഓർണമെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, മെറ്റൽസ് ഒന്നും നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാകാൻ പാടില്ല. സേഫ്റ്റി പ്രിക്കോഷൻസിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങളത് എപ്പോഴേലുമൊക്കെ പിന്നീട് വലിയ വലിയ ഇൻഡസ്ട്രികളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. മുതിരോ കമ്മലോ മാലയോ ഒന്നും യൂസ് ചെയ്യാതാണ് എൻജിനീയേഴ്സ് അവിടെ വർക്ക് ചെയ്യേണ്ടത്, അതിൻ്റെയൊക്കെ അടുത്തോട്ട് പോകേണ്ടത്. അത് കാര്യത്രേ ഉള്ളൂ. ഇത് ഈ പറയുന്ന ഹൈ വോൾട്ടേജ്, ഹൈ കറണ്ടൊക്കെ ഉള്ളിടത്ത് അതിന് ചുറ്റും അതിന് തുല്യമായിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡുകളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനകത്ത് പറയുന്നത് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റീജിയൻ ഓർ സ്പേസ് അറൗണ്ട് എ മാഗ്നറ്റ്. Magnetic field can be defined as the region or space around a magnet or a current carrying conductor. ഒരു മാഗ്നറ്റിൻ്റെയോ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെയോ ചുറ്റിനുമുള്ള റീജിയൻ അല്ലെങ്കിൽ സ്പേസിന് എങ്ങനത്തെ വേർ ഇറ്റ്സ് മാഗ്നറ്റിക് ഇഫക്റ്റ് ക്യാൻ ബി ഫെൽറ്റ്. അതിൻ്റെ മാഗ്നറ്റിക് ഇഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു റീജിയൻ അല്ലെങ്കിൽ സ്പേസ്. ആരുടെ ചുറ്റിനുമുള്ള ഒരു മാഗ്നറ്റിൻ്റെയോ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെയോ ചുറ്റിനുമുള്ള റീജിയനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ്, ആദ്യത്തെ സബ്ഹെഡിങ് എഴുതുക, മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബി ആണ്. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വെക്റ്റർ നൊട്ടേഷനും കാണിക്കും. മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ബി ആണ്. അപ്പോൾ നമ്മൾ പറയും മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റീജിയൻ ഓർ സ്പേസ് അറൗണ്ട് എ മാഗ്നറ്റ് വേർ ഇറ്റ്സ് മാഗ്നറ്റിക് ഇഫക്റ്റ് ക്യാൻ ബി ഫെൽറ്റ്. അതിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്ന പക്ഷം, അല്ല ഫീൽ ചെയ്യുന്ന റീജിയനെ അല്ലെങ്കിൽ സ്പേസിനെ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ആൻഡ് വി ഡിനോട്ട് ഇറ്റ് വിത്ത് ദ ലെറ്റർ ബി. നമ്മൾ ബി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദ SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ടെസ്ല. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ലയാണ്. നമ്മളതിനെ ക്യാപിറ്റൽ T വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. ഗോസ് എന്ന് പറയുന്ന മറ്റൊരു യൂണിറ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യാം. ദ SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, ടെസ്ല ആണ്.
ക്ലിയർ ആണോ? ഓക്കെ. നമ്മൾ ഈ ചാപ്റ്ററിനകത്തിൽ കുറച്ച് ഇക്വേഷൻസ് പഠിക്കും. കുറേ ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ കണ്ടീഷൻസ് ഓരോ കേസസിലാണ് നമ്മൾ ആ ഇക്വേഷൻസ് പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ്ഡ് പാർട്ടിക്കിൾ force experienced by a charged particle in a magnetic field. Force experienced by a charged particle in a magnetic field ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന ഈ കാര്യം അല്ലെങ്കിൽ ഇക്വേഷൻ. ഇപ്പോൾ നമ്മൾ ചാപ്റ്ററിനകത്തിൽ മാഗ്നറ്റിക് ഫീൽഡുകളെ കുറിച്ചാണ് പറയുന്നത്. ആരുടെ മാഗ്നറ്റിക് ഫീൽഡാണ്? ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിൻ്റെ ചുറ്റിനുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിള്, ചാർജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഏതായിരുന്നു? ക്യൂ വെച്ചിട്ടായിരുന്നു റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുകയാണെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ബി എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്തു. ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ബി എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് എൻ്റർ ചെയ്തു. ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി. അത് എൻ്റർ ചെയ്തപ്പോൾ അതിനൊരു വെലോസിറ്റി ഉണ്ടായിരുന്നു, വി എന്ന് പറയുന്ന ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ അയാൾ ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനായിട്ട് ഒരു തീറ്റ ആംഗിളിലോട്ടാണ് എൻ്റർ ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമെന്നും ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു റൂള് വെച്ചിട്ടാണ് നമ്മൾ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ പറയുന്നത്. ആ റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട്, അതായത് ഈ ബോർഡിന് പാരലായിട്ടാണ് എൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഞാൻ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനകത്തോട്ട് കയറി വന്നു. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷനിലോട്ട് പോകുന്നു. അപ്പം ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് എന്ത് എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. അവിടുന്ന് ചരിഞ്ഞൊരു ഡയറക്ഷനിലോട്ട് ഈ പറയുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ വന്നു. അങ്ങനെയെങ്കിൽ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടി ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ പറയുന്നത് കീപ് യുവർ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തംബ് ഓഫ് യുവർ ലെഫ്റ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. നിങ്ങളുടെ ഫോർ ഫിംഗർ, നിങ്ങളുടെ മിഡിൽ ഫിംഗർ, നിങ്ങളുടെ തമ്പ് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ നിങ്ങൾ കീപ്പ് ചെയ്യാം. ഇഫ് യുവർ ഫോർ ഫിംഗർ റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, നിങ്ങളുടെ ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മിഡിൽ ഫിംഗർ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ്, അതെങ്കിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ ഡയറക്ഷനാണ്, ഫ്ലോ ഓഫ് ചാർജിൻ്റെ ഡയറക്ഷനാണ് കാണിക്കുന്നതെങ്കിൽ ദെൻ ദ തമ്പ് വിൽ റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്നാണ് പറയുന്നത്. അപ്പം കീപ് യുവർ four finger, middle finger and thumb in mutually perpendicular direction such that your forefinger represents the direction of magnetic field, middle finger represents the direction of charge particle അല്ലെങ്കിൽ motion of charge, then the thumb will represent the direction of force. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബി എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിൽ, അതുമായിട്ട് തീറ്റ ആംഗിളിലാണ് വെലോസിറ്റി. അപ്പം നമ്മളിവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നതാണ് ഡയറക്ഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾ. നമുക്ക് വേണ്ടത് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയുടെ കമ്പോണൻറ്റ് കണ്ടുപിടിക്കണം. അപ്പം ഞാൻ അത് വി സൈൻ തീറ്റ ആണെന്ന് എഴുതി. വി സൈൻ തീറ്റ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് വി സൈൻ തീറ്റ? എന്താണ് ഈ വെലോസിറ്റിയുടെ ഈ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ്, അതായത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ് വി സൈൻ തീറ്റ.
എന്നെങ്കിലേ നമ്മുടെ ഈ പറഞ്ഞ മിഡിൽ ഫിംഗറിൻ്റെ ഡയറക്ഷനിലോട്ട് വെലോസിറ്റിയുടെ കമ്പോണൻറ്റ്. അപ്പോൾ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ് വി സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എങ്ങോട്ടാണെന്ന് പറഞ്ഞു? മോളോട്ട് ആണെന്ന് പറഞ്ഞു. ഈ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നമ്മൾ പറയുന്നത് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ചാർജ് ക്യൂ ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു the magnitude of the charge q is directly proportional to the magnitude of the charge q, and the force is directly proportional to the magnitude of the magnetic field b. b എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുമ്പോൾ തീർച്ചയായിട്ടും ആ പറയുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കൂടും. ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുമ്പോഴും അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കൂടും. And is directly proportional to the component of velocity in a direction perpendicular to the direction of magnetic field. Magnetic field direction perpendicular ആയിട്ടുള്ള വെലോസിറ്റിയുടെ കമ്പോണന്റിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ടാണ് F proportional to V sin theta എന്ന് ഞാൻ എഴുതിയത്. അപ്പോൾ ഇതിനെ മൂന്നിനെയും കൂടെ ഞാൻ ഒരുമിച്ച് എഴുതുവാണെങ്കിൽ F proportional to Q into B into V sin theta എന്ന് എഴുതാം. ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് 1 ആണ് ഇൻ ഓൾ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ എഴുതും ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ, വേർ ക്യൂ ഇസ് ദ magnitude of the charged particle, v is the velocity with which the charge is moving, and b is the magnitude of the magnetic field. Theta is the angle between the direction of the magnetic field and the direction of velocity of the charge, അല്ലെങ്കിൽ direction of motion of the charged particle. ആദ്യത്തെ ഇക്വേഷൻ. ഇതിനെ നമ്മൾ വെക്റ്റർ ഫോമിൽ എഴുതുവാണെങ്കിൽ വെക്റ്റർ എഫ് ഇസ് ഈക്വൽ ടു Q മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുന്നത് Q ഇൻറ്റു വി ക്രോസ് ബി എന്ന് പറയും. വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ വി ക്രോസ് ബി എന്ന് എഴുതും. വി ക്രോസ് ബി ആണ് നമ്മൾ വി ബി സൈൻ തീറ്റ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ എ ഡോട്ട് ബി എന്ന് പറയുന്ന ഡോട്ട് പ്രോഡക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എ ബി കോസ് തീറ്റയാണ്. ക്രോസ് പ്രോഡക്റ്റ് എ ബി സൈൻ തീറ്റയാണ്. അപ്പം നമ്മൾ ഇതിനെ വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ വിയും ബിയും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്. വി ബി സൈൻ തീറ്റ നമുക്ക് വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? വി ക്രോസ് ബി എന്ന് എഴുതാം. അപ്പോൾ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ് ഇതിൻ്റെ വെക്റ്റർ നൊട്ടേഷൻ. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നേരം നമ്മൾ ഏതായിരിക്കും യൂസ് ചെയ്യുന്നത്? എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് അതിൻ്റെ വെക്റ്റർ റെപ്രസെൻറ്റേഷനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണോ? ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ആദ്യത്തെ ഇക്വേഷനാണ്, നോട്ട് ചെയ്തോളൂ. വെക്റ്റർ ഫോം അവിടെ താഴെ എഴുതി വെച്ചാൽ മതി. ഇത് ബോക്സിനകത്ത് ഇട്ടാൽ വെക്റ്റർ ഫോമിൻ്റെ ഇക്വേഷൻ ബോക്സിനകത്ത് ഇടണം എന്നില്ല. ഇൻ വെക്റ്റർ ഫോം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരുന്നാൽ മതി. അടുത്ത ഹെഡിങ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ a current carrying conductor. Force experienced by a current carrying conductor in a magnetic field. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ നിങ്ങളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് നമ്മൾ അടുത്ത് പറയുന്നത്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വരുവാണെങ്കിലുള്ള ഫോഴ്സ് നമ്മൾ പഠിച്ചു എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുകയാണെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ വരച്ചു. ആ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഞാൻ എൽ ലെങ്ത്തും എ ക്രോസ് സെക്ഷൻ ഏരിയയുമുള്ള ഒരു കണ്ടക്ടർ ഞാൻ വരച്ചു.
which is kept at an angle theta with the direction of magnetic field. Magnetic field in a direction ആയിട്ട് ഒരു theta angle ആണ് ഈ കണ്ടക്ടർ ഇരിക്കുന്നത്. ഈ കണ്ടക്ടറിന്റെ ലെങ്ത് L ആണ് എന്ന് പറഞ്ഞു. ഞാൻ ഈ പറയുന്ന കണ്ടക്ടറിന്റെ ഒരു എൻഡിൽ നിന്ന് അപ്പുറത്തെ എൻഡിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു such that it meet the horizontal line from the bottom end. ഇങ്ങനെ ഞാനൊരു ലൈൻ വരച്ചു. എനിക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് ഈ പറയുന്ന കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പം ഈ ഇതിനകത്തിലുള്ള മുഴുവൻ ചാർജുകളും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കുമല്ലോ ഈ കണ്ടക്ടർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതേ ഇൻറ്റു എത്ര ചാർജ് ഉണ്ടോ ആ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിനകത്തിലുള്ള ഈ കണ്ടക്ടറിനകത്തിലുള്ള മുഴുവൻ ചാർജുകളും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കിട്ടും. ആൻഡ് ദാറ്റ് വിൽ ബി ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് കണ്ടക്ടർ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു let L be the length of the conductor. കണ്ടക്ടറിന്റെ ലെങ്ത് L ആണ്, ലെങ്ത് ഓഫ് കണ്ടക്ടർ ആണ്. A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കണ്ടക്ടർ. ഇത് രണ്ടും ബേസ് ചെയ്തിട്ട് നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. I is equal to NEAVD എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഒക്കെ വെച്ചിട്ട് റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി നിങ്ങൾ എഴുതിയിട്ടുണ്ട്. I is equal to NEAVD. ആ റിലേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു A ക്രോസ് സെക്ഷൻ ഏരിയയും L ലെങ്ത്തും ഉള്ളൊരു കണ്ടക്ടറിനകത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതായത് ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണെന്നല്ല ഒരു കണ്ടക്ടറിനകത്ത്, ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഇതിനകത്തെ ചാർജ്. അപ്പോൾ ഇതിനകത്തെ നമ്പർ ഡെൻസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് നമുക്ക് N ആണ് എന്നുണ്ടെങ്കിൽ N ഇൻറ്റു A ഇൻറ്റു L വിൽ ഗിവ് യു ദ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. നമ്പർ ഡെൻസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് സ്മോൾ ലെറ്റർ N ആണെങ്കിൽ N ഇൻറ്റു A ഇൻറ്റു L will give you the total number of free electrons in this conductor. Charge of 1 electron E ആണെങ്കിൽ total charge flowing through this conductor നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കറിയാം ടോട്ടൽ ചാർജ് Q is equal to NaLe ആണെങ്കിൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ചാർജ് എന്ന് പറയുന്നത് Q ഇൻറ്റു B ഇൻറ്റു B ഇൻറ്റു സൈൻ തീറ്റ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ Qവിന് പകരം ഞാൻ NaL E എന്ന് ഞാൻ എഴുതി. ബാക്കി അവിടെ എന്തോ ഉണ്ട്? VB സൈൻ തീറ്റ ഉണ്ട്. ഞാൻ ഈ പറയുന്ന ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഞാൻ NaE ഇൻറ്റു V ആദ്യം എഴുതിയിട്ട് L അതിന് ശേഷം എഴുതി LB സൈൻ തീറ്റ എന്ന് എഴുതി. ഒന്ന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറ്റിയും തിരിച്ചു എഴുതി. അങ്ങനെ ചെയ്തപ്പോൾ NaE ഇൻറ്റു V എന്ന് പറയുന്നത് N നമുക്ക് നമ്പർ ഡെൻസിറ്റി ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. A എന്ന് പറയുന്നത് ഏരിയ, E എന്ന് പറയുന്നത് ഏരിയ ഓഫ് A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, E എന്ന് പറയുന്നത് ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ, V ഈസ് ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ. നമ്മൾ ഈ കുറേ ഇലക്ട്രോൺസിന്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ വെലോസിറ്റിയാണ് V. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ വെലോസിറ്റി ആണെങ്കിൽ ആ വെലോസിറ്റി നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിക്കാം. ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണെങ്കിൽ അതിനെ ഞാൻ VD എന്ന് റെപ്രസെൻ്റ് ചെയ്തോട്ടെ, ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് NEAVD അല്ലെങ്കിൽ NaEVD? മുമ്പേ പറഞ്ഞു കിട്ടും റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് പഠിച്ചാണ്. I is equal to NEA into VD. In the case of a conductor, relation between current and drift velocity എന്ന് പറയുന്നത് I is equal to NEA into VD ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? I into L into B into sin theta is the equation for force experienced by
എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ, ഒരു മാഗ്നറ്റിക് ഫീൽഡിലുള്ള കറന്റ് ക്യാരിങ് കണ്ടക്ടർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു ILB സൈൻ തീറ്റ ആണ്. മാക്സിമം ഫോഴ്സ് വിച്ച് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്, ഈ സാധനം ഇതിനകത്ത് ഇരിക്കുന്ന ഈ കണ്ടക്ടർ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുള്ള മാക്സിമം ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? വെൻ വാല്യൂ ഓഫ് സൈൻ തീറ്റ ഈസ് മാക്സിമം. സൈൻ തീറ്റയുടെ വാല്യൂ മാക്സിമം എപ്പോഴാണ്? പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുമ്പോൾ. അപ്പം ഈ കണ്ടക്ടർ ഈ ഫീൽഡിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും അവൻ മാക്സിമം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പാരലായിട്ട് ഇരിക്കുകയാണെങ്കിൽ അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് 0 ആയിരിക്കും. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്. ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പാരലായിട്ട് ഇരിക്കുകയാണെങ്കിൽ സൈൻ 0 അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് 0 ആണ്. പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അവൻ മാക്സിമം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ എഴുതും മാക്സിമം ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ കണ്ടക്ടർ. മാക്സിമം ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ കണ്ടക്ടർ. Maximum force experienced by the conductor. F max, F suffix max എന്ന് എഴുതാം, is equal to BIL അല്ലെങ്കിൽ ILB എന്ന് നമുക്ക് എഴുതാം. അതായത് സൈൻ തീറ്റയുടെ വാല്യൂ 1 ആകും. അപ്പോൾ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്തായിരുന്നു? QVB സൈൻ തീറ്റ ആയിരുന്നെങ്കിൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ കറന്റ് ക്യാരിങ് കണ്ടക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? ILB സൈൻ തീറ്റ. അതിനകത്ത് മാക്സിമം ഫോഴ്സ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ILB അല്ലെങ്കിൽ F max is equal to BIL, where B is the magnitude of magnetic field, I is the current flowing through the conductor, IL is the length of the conductor. L എന്ന് പറയുന്ന കണ്ടക്ടറിൻ്റെ ലെങ്ത് ആണ്. തീറ്റ is the direction between the angle between the direction of magnetic field and the conductor. കണ്ടക്ടറിനകത്തേക്കുള്ള കറണ്ടിൻ്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ ചാപ്റ്ററിൽ 2 ലോസാണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന് ബയോട്ട്-സവാർട്ട്സ് ലോയും രണ്ടാമത് ആംബിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയും. അതിൽ ആദ്യത്തെ ലോ ആണ്, ആദ്യം നമ്മൾ പഠിക്കുന്ന ലോ ആണ് ബയോട്ട്-സവാർട്ട്സ് ലോ. സബഡിങ് എഴുതുക, ബയോട്ട്-സവാർട്ട്സ് ലോ, BIOT ഹൈഫൺ ബയോട്ട്. 2 സയൻറ്റിസ്റ്റ് ഫിസിസിസ്റ്റ് ആണ്, ബയോട്ടും സവാർട്ടും. ബയോട്ട്-സവാർട്ട്സ് ലോ, ബയോട്ട്-സവാർട്ട്സ് ലോയും ആംബിയർ സർക്യൂട്ടൽ ലോയും 2 ലോ ഉണ്ട്. അല്ല, നമുക്ക് ആദ്യത്തെ ലോ ഡിസ്കസ് ചെയ്യാം. ഈ ബയോട്ട്-സവാർട്ട്സ് ലോയ്ക്കകത്തിൽ നമ്മൾ ഒരു വലിയൊരു കണ്ടക്ടർ, നമ്മളൊരു കണ്ടക്ടർ ഒരുപാട് ലെങ്ത് ഉള്ളൊരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്തു. റാൻഡമായിട്ട് വളഞ്ഞോ തിരിഞ്ഞോ എങ്ങനെ ഇരിക്കുന്നതിലൊരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്തു. ആ കണ്ടക്ടറിനകത്തിൽ ചെറിയൊരു എലമെൻറ്റ് ഞാൻ എടുത്തു. DL ലെങ്ത് ഉള്ള ഒരു ചെറിയ കറന്റ് ക്യാരിങ് എലമെൻറ്റ് ഞാൻ എടുത്തു. അപ്പോൾ എനിക്ക് ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ളൊരു കണ്ടക്ടറുണ്ട്. ആ കണ്ടക്ടറിനകത്ത് ഞാൻ ചെറിയൊരു കറന്റ് ക്യാരിങ് എലമെൻറ്റ് ഞാൻ എടുത്തു. ആ ചെറിയ കറന്റ് ക്യാരിങ് എലമെൻറ്റ് കാരണം അതിൻ്റെ അടുത്തുള്ള ഏതോ ഒരു പോയിന്റ് P എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് നമ്മളെവിടെ പറയുന്നത്? ബയോട്ട്-സവാർട്ട്സ് ലോയിൽ പറയുന്നത്. അപ്പം ബയോട്ട്-സവാർട്ട്സ് ലോ ഡീൽസ് വിത്ത് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് P due to a small current carrying element DL. DL എന്ന് പറയുന്ന ചെറിയൊരു കറന്റ് ക്യാരിങ് എലമെൻറ്റ് കാരണം അതിൻ്റെ അടുത്തുള്ള ഒരു P എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് ആര് പറയുന്നത്? ബയോട്ട്-സവാർട്ട്സ് ലോ പറയുന്നത്. അപ്പോൾ ഞാൻ ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ ഞാൻ ഇങ്ങനെ വരച്ചു, റാൻഡമായിട്ട് ഇങ്ങനെ വരച്ചു. അതിനകത്ത് ചെറിയൊരു കറന്റ് ക്യാരിങ് എലമെൻറ്റ് ഞാൻ എടുത്തു, DL എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഞാൻ എടുത്തു. ആ DL എന്ന് പറയുന്ന എലമെൻറ്റിൽ നിന്നും ഈ പറയുന്ന എൻ്റെ പോയിന്റിലേക്കുള്ള ദൂരം R ആണ് എന്ന് പറഞ്ഞു. പൊസിഷൻ വെക്റ്റർ R വെച്ച് നമുക്ക് അതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ആ R ഡിസ്റ്റൻസിലുള്ള ഈ P എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഈ ലെങ്ത്, അതായത് ഡയറക്ഷൻ ബിറ്റ്വീൻ ദ ഫ്ലോ ഓഫ് കറണ്ട് ആൻഡ് ദ ലൈൻ ജോയിനിങ് ദ എലമെൻറ്റ് ടു ദ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ തീറ്റ എന്നും കൊടുത്തു.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കണ്ടക്ടറിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് ഐയും നമ്മുടെ കണ്ടക്ടറിൽ കൂടെ ഉള്ള കറണ്ട് ഐ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചെറിയ എലമെൻറ്റിൽ കൂടെയുള്ള കറണ്ടും ഐ തന്നെ ആയിരിക്കും. ആ എലമെൻറ്റിൽ കൂടെയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷനും ഈ പറയുന്ന പോയിന്റുമായിട്ട് നമ്മൾ ഈ എലമെൻറ്റിനെ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ പറയുന്നത് ഈ പി എന്ന് പറയുന്ന പോയിന്റിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ബി ആണ് അല്ലേ. ഇപ്പോൾ ഇവിടെ ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മളതിനെ ഡി ബി എന്ന് വിളിക്കും. സ്മോൾ ലെറ്റർ ഡി ആൻഡ് ബി വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡി ബി, ലെറ്റ് ഡി ബി ബി ദ സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി. പി എന്ന് പറയുന്ന പോയിന്റിലെ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി ആണെങ്കിൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി എലമെൻറ്റ്. ആ എലമെൻറ്റിലൂടെയുള്ള കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. തീർച്ചയായിട്ടും ആ എലമെൻറ്റിലൂടെയുള്ള കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ആൻഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത് ഓഫ് ദി എലമെൻറ്റ് ഡി എൽ. തീർച്ചയായിട്ടും എലമെൻറ്റിൻ്റെ ലെങ്ത് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ആ പി എന്ന് പറയുന്ന മാഗ്നറ്റിക് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ആൻഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ആംഗിൾ തീറ്റ. തീറ്റയുടെ വാല്യൂ ആയിട്ട് സൈൻ വാല്യൂ ആണ് അതിന് പ്രൊപ്പോർഷണൽ. സൈൻ വാല്യൂവിൻ്റെ ഇതനുസരിച്ച് എന്ത് ചെയ്യും? കറണ്ട് കൂടുകയോ കുറയുകയോ ചെയ്യും. ആൻഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ആൻഡ് ദ എലമെൻറ്റ്. അത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അല്ലേ. ഈ പോയിന്റുമായിട്ടുള്ള ദൂരം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡ് കുറയും. ആ ദൂരം കുറയുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അതുകൊണ്ടാണ് അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വന്നേക്കുന്നത്. എല്ലാ പ്രൊപ്പോർഷണാലിറ്റിക്കും ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്തിൽ നിങ്ങൾ കൂളംസ് ലോ പഠിച്ചിട്ടുണ്ടാവും. കൂളംസ് ലോ പഠിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞു ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അതിന് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പറഞ്ഞു അല്ലേ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നായിരുന്നു പറഞ്ഞത്. അവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും F is proportional to product of the magnitude of the charges. F proportional to Q1, Q2. And F is inversely proportional to square of the distance between the charges. അതായത് F is inversely proportional to R square എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ F proportional to Q1, Q2 by R square നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് നിങ്ങൾ ഓർമ്മയുണ്ടോ? 1/4πε0 എന്നായിരുന്നു നിങ്ങൾ അവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് പഠിച്ചേക്കുന്നത്. ആദ്യത്തെ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തിൽ കറണ്ട് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 1/4πε0 ആയിരുന്നു അവിടുത്തെ കോൺസ്റ്റൻറ്റ്. അതിൽ നമ്മൾ ε0 വിളിച്ചത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നായിരുന്നു അവിടെ നമ്മൾ വിളിച്ചത്. ε0 ഇസ് കോൾഡ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് വന്നപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 1/4πε0 ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് μ0/4π ആണ്. അപ്പോൾ ഞാൻ എഴുതി dB ഈസ് ഈക്വൽ ടു μ0/4π. ഓർത്തോണം, എപ്പോഴും ഓർത്തോണം. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഇൻ ദ കേസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ μ0/4πയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസ് വരുമ്പോൾ 1/4πε0. ε0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണെങ്കിൽ μ0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അപ്പം μ0/4π I dl sin theta by r square is the equation for Biot-Savart's law. എന്താണ് Biot-Savart's law? It deals with the magnetic field due to a small current carrying element dl at a point P which is at a distance r from the element, and the small magnetic field is represented by dB is equal to μ0/4π I dl sin theta by r square, where I is the current flowing through the element, dl is the length of the element, theta is the angle between the line joining the element to the point and the direction of current, r is the distance between the element and the point P. μ0 എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്, and it is called
പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസിൻ്റെ പെർമിയബിലിറ്റി ആണ്. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. ദ വാല്യൂ ഓഫ് μ0 ഈസ് 4 pi into 10⁻⁻⁷. 4 pi into 10⁻⁻. പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ വാല്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കണം. μ0യുടെ വാല്യൂ 4 pi into 10⁻⁷. ക്ലിയർ ആണോ? നോട്ട് ചെയ്യാമല്ലോ. നോട്ട് ചെയ്യാം. പെർമിയബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഫീൽഡ്, ഫ്രീ സ്പേസ് ആയിക്കോട്ടെ, വുഡ് ആയിക്കോട്ടെ, അയൺ ആയിക്കോട്ടെ, സ്റ്റീൽ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു മീഡിയം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മീഡിയത്തിലൂടെ എത്രമാത്രം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കടത്തി വിടും എന്ന് നമുക്ക് തരുന്ന നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് വിളിക്കുന്നത്. പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് റെപ്രസെൻറ്റ്സ് ദ allowance of the magnetic field lines through any medium. ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ എത്രമാത്രം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ അത് കടത്തിവിടും എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു വാല്യൂ ആണ് പെർമിയബിലിറ്റി ഓഫ് ദാറ്റ് മീഡിയം എന്ന് പറയുന്നത്. ഫ്രീ സ്പേസിൻ്റെ പെർമിയബിലിറ്റി ആണ് μ0 വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ ആണ് എന്ത്? 4 pi into 10⁻⁷ എന്നുള്ളത്. പെർമിറ്റിവിറ്റി ഇതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ എത്രമാത്രം കടത്തിവിടും, അക്സെപ്റ്റ് ചെയ്യും, അലോ ചെയ്യും എന്നുള്ള വാല്യൂ ആണ് പെർമിറ്റിവിറ്റി. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ വാല്യൂ ആണ് പെർമിയബിലിറ്റി. ഓക്കെ, അടുത്ത നമ്മൾ ഈ ബയോട്ട്-സവാർട്ട്സ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ ബയോട്ട്-സവാർട്ട്സ് ലോ ഉപയോഗിച്ച് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നു. നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിസ് ഓഫ് എ current carrying circular coil. Heading എഴുതിക്കോളാ. magnetic field at a point on the axis of a current carrying circular coil. Magnetic field at a point on the axis of a current carrying circular coil. ഒരു current carrying circular coilന്റെ ആക്സിസിലുള്ള ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സർക്കുലാർ കോയിൽ എന്ന് പറയുമ്പം ഇതാണ് ഒരു സർക്കുലാർ കോയിൽ. നമുക്കതിൻ്റെ ആക്സിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്ന ലൈനെയാണ് നമ്മൾ ആക്സിസ് എന്ന് വിളിക്കുന്നത്. ദ ലൈൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് എ കറന്റ് ക്യാരിങ് സർക്കുലാർ കോയിൽ അല്ലെങ്കിൽ ഇൻ സർക്കുലാർ കോയിൽ ഈസ് കോൾഡ് ആക്സിസ് ഓഫ് ദ കോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിസ് നമുക്ക് വരയ്ക്കണമെങ്കിൽ ഈ പറഞ്ഞ കോയിലിൽ നിന്ന് ചരിച്ചു വെക്കണം അല്ലേ? ആ ചരിച്ചു വെക്കുന്ന ആയിട്ടുള്ള ഡ്രോയിങ് ആണ് നമ്മൾ ഈ വരയ്ക്കുന്നത്. ഒരു സർക്കുലാർ കോയിൽ ഞാനിങ്ങനെ ചരിച്ച് വെച്ചു. ആ ചരിച്ച് വെച്ചിരിക്കുന്ന കോയിലിൽ ഞാൻ എന്ത് റെപ്രസെൻ്റ് ചെയ്യണം? അതിൻ്റെ ആക്സിസ് റെപ്രസെൻ്റ് ചെയ്യണം. സെൻറ്ററിൽ കൂടെ ഞാനൊരു ലൈൻ റെപ്രസെൻ്റ് ചെയ്തു. ആ സെൻറ്ററിൽ കൂടെ ഉള്ള ലൈനിൽ പി എന്ന് പറയുന്ന പോയിന്റിൽ എനിക്ക് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഒരു സർക്കുലാർ കോയിൽ കൺസിഡർ ചെയ്തു. ആ സർക്കുലാർ കോയിലിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് അതിൻ്റെ ആക്സിസ്. അതിൽ പി എന്ന് പറയുന്ന ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് വരയ്ക്കണം ഇതിൻ്റെ പടം. ഞാൻ ഇതിനകത്തിൽ 2 കറന്റ് ക്യാരിങ് എലമെൻറ്റ് കൺസിഡർ ചെയ്യും. ഞാൻ ഈ പറയുന്ന കോയിലിനകത്തിൽ 2 കറന്റ് ക്യാരിങ് എലമെൻറ്റ് കൺസിഡർ ചെയ്യും. ഇവിടെ ഒരു ഡി എൽ എന്ന് പറയുന്ന ഒരു കറന്റ് ക്യാരിങ് എലമെൻറ്റ് മുകളിൽ കൺസിഡർ ചെയ്യും. ആ പോയിന്റ് ഞാൻ സി എന്ന് വിളിച്ചു കേട്ടോ. സി എന്ന് പറയുന്ന പോയിന്റിൽ ഞാനൊരു കറന്റ് ക്യാരിങ് എലമെൻറ്റ് കൺസിഡർ ചെയ്യും. അതേപോലെ താഴെ ഡി എന്ന് പറയുന്ന പോയിന്റിലും ഞാൻ ഡി എൽ ലെങ്ത് ഉള്ള ഒരു കറന്റ് ക്യാരിങ് എലമെൻറ്റ് കൺസിഡർ ചെയ്യും. 2 എലമെൻറ്റ് കൺസിഡർ ചെയ്യും. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഡെറിവേഷൻ വരുമ്പോൾ മനസ്സിലാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാർ മാർക്കൊക്കെ ഇട്ട് കൊടുക്കാം. കാരണം സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പം ഞാൻ 2 എലമെൻറ്റ് കൺസിഡർ ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു
ഈ സി എന്ന് പറയുന്ന പോയിന്റിലുള്ള എലമെന്റ് പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ആർ ഡിസ്റ്റൻസ് മാറിയാണ്. അത് ആർ ഡിസ്റ്റൻസ് മാറിയാണെങ്കിൽ തീർച്ചയായിട്ടും താഴത്തേതും ആർ ഡിസ്റ്റൻസ് മാറിയായിരിക്കും. കാരണം അത് രണ്ടും സിമെട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു സർക്കുലർ കോയിലിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് രണ്ട് പോയിന്റാണ് സിയും ഡിയും. അതുകൊണ്ട് ഇത് ആർ ഡിസ്റ്റൻസിലാണെങ്കിൽ താഴത്തേതും ആർ ഡിസ്റ്റൻസിലായിരിക്കും, തർക്കമൊന്നുമില്ല. അതേപോലെ ഈ ഓൾറെഡി ഒരു ആർ ഉള്ളത് കൊണ്ട് കോയിലിൻ്റെ റേഡിയസിനെ നമ്മൾ എ എന്ന് പറയുന്ന ലെറ്റർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലെറ്റ് എ ബി ദ റേഡിയസ് ഓഫ് ദി കോയിൽ. ആ കറന്റ് ക്യാരിങ് കോയിലിൻ്റെ റേഡിയസ് എ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ പി എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ സെൻറ്റർ ഓഫ് ദ കോയിലിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലാണെന്ന് പറഞ്ഞു. പി എന്ന് പറയുന്ന പോയിന്റ് കോയിലിൻ്റെ സെൻറ്ററിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലാണ് എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയാൻ പോകുന്നത്, മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന കോയിലിനകത്തിൽ കൂടെ ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഒഴുകുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒഴുകുന്നു എന്ന് പറയാം. നമ്മളവിടെ മുമ്പേ നമ്മളൊരു റൂൾ പറഞ്ഞായിരുന്നു, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറഞ്ഞായിരുന്നു. എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ പറയുന്നത്? ഇഫ് യുവർ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തംബ് are kept in mutual perpendicular direction such that your forefinger represents the direction of magnetic field, middle finger represents the direction of current and the thumb will represent the direction of force. അതുകൊണ്ട് നമ്മൾ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ചുറ്റിനുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു റൂള് പറയും, റൈറ്റ് ഹാൻഡ് തംബ് റൂള് പറയും. റൈറ്റ് ഹാൻഡ് തംബ് റൂള് പറയുന്നത്, if your thumb represents the direction of current through a coil, ഒരു കോയിലിനകത്തിൽ കൂടെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിനകത്തിൽ കൂടെ ഉള്ള കറണ്ടിൻ്റെ ഡയറക്ഷനാണ് നിങ്ങളുടെ തമ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ ദ കർവ് ഓഫ് യുവർ ഫിംഗേഴ്സ്, നിങ്ങളുടെ ഈ പറയുന്ന ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലെ കറണ്ട് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. ഉദാഹരണം, ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കറണ്ട് വരുന്നതെങ്കിൽ തമ്പ് എൻ്റെ ഇങ്ങോട്ട് വെക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് ചുറ്റും നിങ്ങൾ നോക്കുവാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. വീണ്ടും ഞാൻ കറണ്ട് അങ്ങോട്ടാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ഇവിടെ ചെറിയ ഈ എലമെൻ്റ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പക്ഷം നിങ്ങൾ ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഈ ആർ എന്ന് പറയുന്ന ഈ ലെങ്ത് ഉള്ള ലൈനിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന സിയിലുള്ള എലമെൻ്റ് കാരണം ഉള്ള ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി. ദ മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി ഡ്യൂ ടു ദ സ്മോൾ കറന്റ് ക്യാരിങ് എലമെന്റ് അറ്റ് പോയിന്റ് സി വിൽ ബി ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദി ലൈൻ ആർ. ഈ ആർ റെപ്രസെൻ്റ് ചെയ്ത് അല്ലെങ്കിൽ സി പി എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്, മാഗ്നറ്റിക് ഫീൽഡ്. ഏത് വെച്ചിട്ടാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഈ പറയുന്ന കറണ്ടിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒഴുകുന്ന കറണ്ട് കാരണം ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് ഈ ഒരു പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ കിട്ടും. അതാണ് ഞാനിവിടെ ഡി ബി എന്ന് വരച്ചു വെച്ചിരിക്കുന്നത്. ഡി ബി എന്ന മാഗ്നറ്റിക് ഫീൽഡ്. അഗെയിൻ ഞാൻ പറഞ്ഞു, ഇതേപോലെ തന്നെ സിയിലുള്ള എലമെൻ്റ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് പോലെ തന്നെ ആയിരിക്കും ഡിയിലുള്ള എലമെൻ്റ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ്. നോക്കിക്കേ, ഇവിടെ കറണ്ട് നമ്മൾ ഇങ്ങോട്ടാണെങ്കിൽ ഇവിടുത്തെ കറണ്ട് അങ്ങോട്ടായിരിക്കും. നിങ്ങളത് നോക്കുമ്പോൾ അറിയാം. നിങ്ങൾ കയ്യിൽ ഒരു വളയത്തിലുള്ളൊരു സാധനം എടുക്കണം. മുകളിലുള്ള വളയത്തെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അങ്ങോട്ടാണ്, നിങ്ങളുടെ ഡയറക്ഷനിലോട്ടാണെങ്കിൽ താഴത്തെ റീജിയനെ സംബന്ധിച്ചിടത്തോളം കറണ്ടിൻ്റെ ഡയറക്ഷൻ എൻ്റെ ഡയറക്ഷനിലോട്ടാണ്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മളിവിടെ വരച്ചത്. മുകളോട്ട്
ഇപ്പോൾ മുകളത്തെ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു ഡയറക്ഷൻ ആണെങ്കിൽ താഴത്തെ പോയിന്റിനെ സംബന്ധിച്ച് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദിസ് ലൈൻ ആൻഡ് ഇറ്റ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. DB എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. ആര് കാരണമുള്ള താഴത്തെ എലമെൻറ്റ് കാരണമുള്ള ഈ P എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ട് DBയും ഒരേ ലെങ്ത്. എന്തുകൊണ്ടാണ് രണ്ടിനെയും നമ്മൾ DB എന്ന് കൊടുത്തേ? ഒരെണ്ണത്തിന് DB1 എന്നും മറ്റേതിനെ DB2 എന്നും എന്തുകൊണ്ടാണ് കൊടുക്കാഞ്ഞെന്നറിയാമോ? ഇത് രണ്ടും ഒരേ കണ്ടക്ടറിൻ്റെ രണ്ട് റീജിയൻസ് ആണ്. രണ്ടിൻ്റെയും ലെങ്ത്ത് DL ആണ്. രണ്ടും ഈ പറയുന്ന പോയിന്റിൽ നിന്ന് ഒരേ ദൂരമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരേ കറണ്ടാണ് രണ്ടിനകത്തും കൂടെയും ഫ്ലോ ചെയ്യുന്നത്. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ. മാഗ്നിറ്റ്യൂഡോ കാര്യങ്ങളോ ഒന്നും മാറുന്നില്ല. കാര്യം ഇത് ഒരേ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആണ് ഇത് മെൻഷൻ ചെയ്യുന്നത്, ഒരേ ഡിസ്റ്റൻസുകളാണ് അത് കാണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന രണ്ടിടത്ത് നമുക്ക് എങ്ങനെ തന്നെ റെപ്രസെൻ്റ് ചെയ്യാം? DB എന്ന് തന്നെ റെപ്രസെൻ്റ് ചെയ്യാം. മനസ്സിലായോ? ഇവിടം വരെ വരച്ചത് മനസ്സിലായോ? ഓക്കെ. അടുത്തത് നമ്മൾ ഒരു ആംഗിൾ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തായിരുന്നു അല്ലേ? ബയോട്ട്-സവാർട്സ് ലോയ്ക്കകത്തിൽ തീറ്റ എന്ന് പറയുന്നൊരു ആംഗിൾ റെപ്രസെൻ്റ് ചെയ്തായിരുന്നു. ഏതായിരുന്നു? വാട്ട് വാസ് തീറ്റ? ഇറ്റ് വാസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് കറണ്ട് അല്ലേ? ആ എലമെൻറ്റിനകത്തേക്കുള്ള കറണ്ടും ഈ പറയുന്ന ലൈനും തമ്മിലുള്ള, അതായത് എലമെൻറ്റിനെയും പോയിന്റിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനും തമ്മിലുള്ള ആംഗിളിനെയായിരുന്നു നമ്മൾ തീറ്റ എന്ന് വിളിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ താണ്ട് ഇവിടെ ആയിട്ട് വരും. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് ഈ ഒരു റീജിയനിൽ വരും. ഈ ഒരു സ്ഥലത്തായിരിക്കും നമുക്ക് തീറ്റ വരുന്നത്. അപ്പം നമ്മൾ ഈ ആംഗിളിനെ നമ്മൾ തീറ്റ എന്നും വിളിച്ചു. മറ്റൊരു ആംഗിൾ ഞാൻ ഇവിടെ കൊടുത്തു. ആ ആംഗിളിനെ ഞാൻ ഫൈ എന്നും വിളിച്ചു. ഫൈ എന്ന് പറയുന്നത് 90 - തീറ്റ ആണ്. അത് വേറൊരു കാര്യം. കാരണം ഈ ആംഗിൾ 90 ആണെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു 90 - തീറ്റ. ചിലയിടത്ത് 90 - തീറ്റ എന്ന് എഴുതിയിട്ടായിരിക്കും ഡെറിവേഷനിലേക്ക് പോകുന്നത്. അപ്പം നമുക്കിത് ഫൈ എന്ന് പേര് കൊടുത്തിട്ട് നമുക്ക് വിളിക്കാം. അപ്പോൾ ഈ ഒരു ആംഗിളിനെ നമ്മൾ ഫൈ എന്ന് വിളിച്ചു. ഇത്രയും കാര്യങ്ങൾ പടത്തിനകത്തിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നിങ്ങൾ ഈ പടം ഒന്ന് വരച്ചെടുക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഏതെങ്കിലും മാർക്ക് ചെയ്തേക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. പടം കൃത്യമായി വരച്ചെടുക്കുക. അത് നല്ല വലുപ്പത്തിൽ വരയ്ക്കണം കേട്ടോ. നല്ല വലുപ്പത്തിൽ വൃത്തിക്ക് വേണം ഈ പടം വരയ്ക്കാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. ഇനി ഞാൻ ഈ DB എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റെസൊല്യൂഷൻ ചെയ്യാൻ പോകണം. അതായത് റിസോൾവ് ചെയ്യാൻ പോകണം ഞാനിതിന്. എനിക്കിതിനെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലും ഹൊറിസോണ്ടൽ, അത് വെർട്ടിക്കൽ ഡയറക്ഷനിലും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള DBയുടെ കമ്പോണൻറ്റ് ഞാൻ എഴുതാൻ പോവാണ്. അപ്പോൾ കമ്പോണൻറ്റ് നമുക്ക് റിസോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ +1-ൻ്റെ 4ാമത്തെ ചാപ്റ്ററിനകത്തിൽ നിങ്ങൾ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. ഒരു വെക്ടറിനെ നിങ്ങൾക്ക് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ഡയറക്ഷൻ റിസോൾവ് ചെയ്യണമെങ്കിൽ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും അതേപോലെ തന്നെ ആംഗിളും കിട്ടിയാൽ മതി. അപ്പോൾ ആംഗിളിന് വേണ്ടി നോക്കിക്കേ, ഈ ലൈനും തമ്മിലുള്ള ആംഗിൾ ഫൈ ആണ്. ഈ ലൈനും തമ്മിലുള്ള ആംഗിൾ ഫൈ ആണ്. ഈ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ് ഞാൻ ഈ വരച്ചിരിക്കുന്ന വര. ഹൊറിസോണ്ടൽ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വരയാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണ് DBയുടെ ഡയറക്ഷൻ. അപ്പം രണ്ട് ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ തന്നെയായിരിക്കും അതിൻ്റെ പെർപെൻഡിക്കുലേഴ്സ് തമ്മിലുള്ളതും. അപ്പോൾ ഈ ആംഗിൾ ഫൈ ആണെങ്കിൽ ഈ ആംഗിളും ഫൈ ആണ്. സംശയമുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ രണ്ട് വരകൾ ഞാൻ വരച്ചു. ഈ രണ്ട് വരകൾ തമ്മിലുള്ള ആംഗിൾ ഫൈ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ താഴത്തെ വരയ്ക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചു. ഈ മുകളത്തെ വരയ്ക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ തന്നെയായിരിക്കും എന്ത്? അവരുടെ പെർപെൻഡിക്കുലേഴ്സ് തമ്മിലുള്ളതും. അത്രേ ഞാനിവിടെ ചെയ്തുള്ളൂ. ഇത് ഫൈ ആണെങ്കിൽ ഇതും ഫൈ ആണ്. തർക്കമില്ലല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ റിസോൾവ് ദ കമ്പോണന്റ് ഓഫ് DB ഇൻ ദ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള DBയുടെ കമ്പോണന്റ് എന്തായിരിക്കും? ഇൻ ദ ഡയറക്ഷൻ ഓഫ് തീറ്റ നിങ്ങൾ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ DB cos ഫൈ. ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു തീറ്റ നിങ്ങൾ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ DB സൈൻ ഫൈ എന്ന് വിളിക്കും. അപ്പം ഈ പറയുന്ന മുകളോട്ടുള്ള ഈ DB എന്ന് പറയുന്ന വെക്ടറിൻ്റെ
രണ്ട് കമ്പോണൻസ് ആണ് ഡി ബി കോസ് ഫൈ ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ മുകളിലോട്ടും ഡി ബി സൈൻ ഫൈ ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ വലത്തോട്ടും നമുക്കുണ്ടെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ നമുക്ക് താഴെയും ഈ മുകളത്തെ ആംഗിൾ ഫൈ ആണെങ്കിൽ താഴത്തെ ആംഗിൾ ഫൈ ആയിരിക്കും. സിമെട്രി, ഒരേപോലത്തെ കണ്ടീഷൻസ് ആണ് ഇവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ഫൈ ആയിരിക്കും. ഈ ഡി ബിയെ റിസോൾവ് ചെയ്യുമ്പോൾ താഴോട്ട് ഡി ബി കോസ് ഫൈയും വലത്തോട്ട് ഡി ബി സൈൻ ഫൈയും നിങ്ങൾക്ക് കിട്ടും. ഞാൻ ആ രണ്ട്, കാരണം എന്താ ഇത് നമുക്ക് ഈ പറയുന്ന എലമെന്റ്സ് എല്ലാ റീജിയനിലെ എലമെന്റ്സ് ഉണ്ട്. കുറേ മാഗ്നറ്റിക് ഫീൽഡ് ഒരാൾ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മറ്റേ ആളുടെ കണ്ടീഷന് വരുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകാം. ആ ക്യാൻസൽ ചെയ്യുന്ന സാധനം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് എലമെന്റ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലായി. ഡി ബി കോസ് ഫൈ മേളോട്ടും ഉണ്ട്, ഡി ബി സൈൻ ഫൈ ഡി ബി കോസ് ഫൈ താഴോട്ടും ഉണ്ട്. ഈ ഓപ്പോസിറ്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ പറയുന്ന വാല്യൂ എന്ത് ചെയ്യപ്പെടും? ക്യാൻസൽ ചെയ്യും. ആകപ്പാടെ രണ്ട് എലമെന്റ് കാരണം ഏത് കമ്പോണന്റ് മാത്രമേ കാണത്തുള്ളൂ? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ പി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യത്തുള്ളൂ. വെർട്ടിക്കൽ കമ്പോണന്റ് ഇവിടെ ക്യാൻസൽ ആയി പോകുന്നു. മനസ്സിലായോ? പടത്തിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡി ബി സൈൻ ഫൈ ഡി ബി കോസ് ഫൈ മാർക്ക് ചെയ്തതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡൗട്ട് ഇല്ലെങ്കിൽ അത് മാർക്ക് ചെയ്തോളാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അടുത്ത് എഴുതണം മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ടു എലമെന്റ്സ് രണ്ട് എലമെന്റ്സ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റിലുള്ള രണ്ട് എലമെന്റ്സ് കാരണം ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എത്രയാണ്? 2 dB sin phi ആണ് അല്ലേ? ഡി ബി സൈൻ ഫൈ പ്ലസ് ഡി ബി സൈൻ ഫൈ അത് രണ്ടും കൂടെ ചേരുമ്പോൾ 2 dB sin phi is the magnetic field due to two current carrying elements in the diametrically opposite line അല്ലേ? ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റിലുള്ള രണ്ട് എലമെന്റ് കാരണം ഈ പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് 2 dB sin phi ആണ്. therefore എം എഫ് എന്ന് ഞാൻ എഴുതുകയാണ് മാഗ്നറ്റിക് ഫീൽഡിന്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സിംഗിൾ എലമെന്റ്, ഒരു സിംഗിൾ എലമെന്റ് കാരണം ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇസ് ഈക്വൽ ടു ഡി ബി സൈൻ ഫൈ. ചെറിയൊരു എലമെന്റ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡി ബി സൈൻ ഫൈ ആണ്. ഈ മൊത്തം കോയിൽ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചെറിയൊരു എലമെന്റ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് മൊത്തം കോയിൽ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഇതിനെ സം ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറയും ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എം എഫ് എന്ന് എഴുതാം ഞാൻ. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു എൻറ്റയർ കോയിൽ, ആ മുഴുവൻ കോയിൽ കാരണം ഉള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതണം. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു എൻറ്റയർ കോയിൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ബി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ബി സൈൻ ഫൈ. നമുക്ക് ചെറിയൊരു എലമെന്റ് കാരണമുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം? സം ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ബി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ബി സൈൻ ഫൈ എന്ന് നമ്മൾ എഴുതിയേക്കുന്നത്. ഇത്രയും വരെ മനസ്സിലായോ? പടത്തിനകത്ത് നമുക്ക് മനസ്സിലായി രണ്ട് എലമെന്റ് കാരണം ഉള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 2 dB സൈൻ ഫൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു എലമെന്റ് കാരണമുള്ളത് ഡി ബി സൈൻ ഫൈ ആണ്. നമുക്ക് അങ്ങനെ ഒരു എലമെന്റിന്റെ പോരാ, നമുക്ക് ടോട്ടൽ കോയിലിന്റെ വേണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ദ എൻറ്റയർ കോയിൽ എന്ന് പറയുന്നത് ബി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ബി സൈൻ ഫൈ ആണ്. സം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോട്ട് ചെയ്തോളൂ ഇക്വേഷൻ. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ്റഗ്രൽ ഡി ബി സൈൻ ഫൈ ആണെന്ന് എഴുതി. പക്ഷെ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയാം. അക്കോർഡിംഗ് ടു ബയോട്ട്-സവാർട്ട്സ് ലോ, according to Biot-Savart's law നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം?
dB is equal to mu 0 by 4 pi ideal sin theta by r square. dB is equal to mu 0 by 4 pi ideal sin theta by r square. ബയോട്ട്-സവാർട്ട്സ് ലോ അനുസരിച്ച് ഇതാണ്. Again, നമുക്ക് ഫ്രം ട്രയാങ്കിൾ CO, ഇതിന് O എന്ന് ഈ പോയിന്റ് O എന്ന് വിളിക്കണം കേട്ടോ. ഫ്രം ട്രയാങ്കിൾ COP എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിന്ന് ഫ്രം ട്രയാങ്കിൾ COP സൈൻ ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനകത്തിൽ സൈൻ ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ ഫൈ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഞാൻ സൈൻ ഫൈയെ ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് എ ആണ്, ഹൈപ്പോട്ടന്യൂസ് ആർ ആണ്, എ ബൈ ആർ എന്ന് എഴുതി. സൈൻ ഫൈക്ക് ഞാൻ എ ബൈ ആർ എന്ന് എഴുതി. സൈൻ ഫൈക്ക് ഞാൻ എ ബൈ ആർ എന്ന് എഴുതി. ഫ്രം ട്രയാങ്കിൾ COP സൈൻ ഫൈ ഈസ് ഈക്വൽ ടു എ ബൈ ആർ എന്ന് നമുക്ക് എഴുതാം. അതേ ട്രയാങ്കിളിനകത്ത് തന്നെ ആറിന് പകരം ഞാൻ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു, അതേ ട്രയാങ്കിളിനകത്ത് നിന്ന് ആർ സ്ക്വയർ ഈസ് ഈക്വൽ, അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് എഴുതാം. ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ സൈൻ ഫൈയെ ഞാൻ ഇങ്ങനെ എഴുതിക്കോട്ടെ, എ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാം. എ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാം. സൈൻ ഫൈ ഈസ് ഈക്വൽ ടു എ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. തർക്കമില്ലല്ലോ? ശരി. അപ്പം നമുക്ക് ഫ്രം ട്രയാങ്കിൾ COP സൈൻ ഫൈ ഈസ് ഈക്വൽ ടു എ ബൈ ആർ, ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, സൈൻ ഫൈ ഈസ് ഈക്വൽ ടു എ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് ഈ പറയുന്ന വാല്യൂസ് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? നമ്മുടെ ഇക്വേഷനകത്തിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ B ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ dB sin phi. B is equal to integral dB sin phi. That is equal to integral dB ക്ക് പകരം നമുക്ക് mu 0 by 4 pi ideal sin theta by r square എന്ന് എഴുതാം. mu 0 by 4 pi ideal sin theta divided by r square എന്ന് എഴുതാം. dB ക്ക് പകരം mu 0 by 4 pi ideal sin theta by r square എന്ന് നമുക്ക് എഴുതാം. സൈൻ ഫൈക്ക് പകരം നമുക്ക് എ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാം. എ ബൈ, നോക്കിക്കേ, ഇവിടെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് പകരം ഞാൻ എഴുതാൻ പോകുന്നത് ശ്രദ്ധിച്ചോണം, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 എന്നാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. അതായത് റൂട്ടിന് പകരം ഞാൻ എന്ത് ചെയ്തു, പവർ 1/2 ഇട്ടു. അതായത് എക്സ് സ്ക്വയർ റൂട്ട് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം. അപ്പം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിനെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സംശയമില്ലല്ലോ? ഓക്കെ. വീണ്ടും നമ്മൾ ചെറിയൊരു അസംഷനിലേക്ക് പോവാണ്. ഇഫ് എക്സ് ഈസ് ഫാർ ഗ്രേറ്റർ ദാൻ എ, എക്സ് എന്ന് പറയുന്നത് ഈ ദൂരമാണ്, സെൻട്രൽ നിന്ന് പി എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ദൂരത്തെയാണ് നമ്മൾ എക്സ് എന്ന് വിളിച്ചത്. ഇഫ് എക്സ് ഈസ് ഫാർ ഗ്രേറ്റർ ദാൻ എ, എക്സ് എന്ന് പറയുന്നത് എക്കാളും ഒരുപാട് വലുതാണ് എന്നുണ്ടെങ്കിൽ സൈൻ തീറ്റ, തീറ്റ ടെൻസ് ടു 90 ആൻഡ് സൈൻ തീറ്റ ടെൻസ് ടു 1.
ഈ എക്സിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് തീറ്റയുടെ വാല്യൂ കൂടും. അതൊരിക്കലും 90 ഡിഗ്രി ആവത്തില്ല. നമ്മൾ പറയുന്നത് അത് 90 ഡിഗ്രിക്ക് അടുത്തെത്തുമെന്നും അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റയ്ക്ക് വരെ നമുക്ക് 1 നിട്ട് കൊടുക്കാമെന്നും ഉള്ള അസംഷനിലാണ് നമ്മൾ ഈ ഡെറിവേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പം ആസ് എക്സ് ഒരുപാട് ദൂരെയാണെങ്കിൽ തീറ്റ കൂടുകയും തീറ്റ 90ക്ക് അടുത്തെത്തുകയും അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം എന്നുള്ള അസംഷനിലാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? സൈൻ തീറ്റയ്ക്ക് പകരം 1 എന്നിട്ട് കൊടുക്കും. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ μ0/4π I ഇൻറ്റു dl ഡിവൈഡഡ് ബൈ ആർ സ്ക്വയറിന് പകരം എന്താണ് ഇവിടെ ഞാൻ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ആർ സ്ക്വയറിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ നമ്മൾ എഴുതിയിട്ട് കൊടുത്തു ഇൻറ്റു എ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു μ0/4π I dl ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0/4π കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുക്കാം. കറണ്ട് ഐ കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുക്കാം. എക്സ് സ്ക്വയറും എ സ്ക്വയറും ഒക്കെ കോൺസ്റ്റന്റുകളാണ്, മാറത്തില്ല, പുറത്തെടുക്കാം. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 എന്ന് ഞാൻ എഴുതും. നോക്കിക്കേ, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റേസ് ടു 1 എന്ന് നമുക്കിതിനെ വിളിക്കാം. അതായത് പവർ ഒന്നും ഇല്ലെങ്കിൽ 1 എന്ന് വിളിക്കാം. ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റേസ് ടു 1/2 ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം. എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 1/2 എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ? എക്സ് റേസ് ടു എ ഇൻറ്റു എക്സ് റേസ് ടു ബി എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എ പ്ലസ് ബി ആണ്. അപ്പോൾ എക്സ് റേസ് ടു 1 ഇൻറ്റു എക്സ് റേസ് ടു 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു 1 പ്ലസ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 3/2 എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു 1 പ്ലസ് 1/2 എന്ന് എഴുതാം. 1 പ്ലസ് 1/2 3/2 ആണ്. അതാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ഒരുമിച്ച് എഴുതുവാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 എന്ന് നിങ്ങൾക്ക് എഴുതാം. μ0/4π I ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. നമുക്ക് അതിൻ്റെ മുകളിൽ കിടക്കുന്ന എ പുറത്ത് കൊണ്ടുവരാം, അതും കൊണ്ടുവന്നു. ബാക്കി ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്തിനെ മാത്രമാണ്? ഡി എല്ലിനെ മാത്രമാണ് നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രൽ ഡി എൽ എന്താണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ബാക്കി μ0 കോൺസ്റ്റൻ്റ് ആണ്, ഐ കോൺസ്റ്റൻ്റ് ആണ്, എ കോൺസ്റ്റൻ്റ് ആണ്. അത് മൂന്നും പുറത്തെടുത്തു. മുകളിൽ നിന്ന് താഴെ 4π കോൺസ്റ്റൻ്റ് ആണ്. ഈ പറയുന്ന എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് പുറത്തെടുത്തു. അതിൻ്റെ പവർ 3/2 വന്നതിനകത്തിൽ സംശയമുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാം. ഇൻ്റഗ്രൽ ഡി എൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സർക്കുലാർ കോയിലിനകത്തെ ചെറിയൊരു എലമെൻ്റ് ആണ് ഡി എൽ. ആ ഡി എൽ എന്ന് പറയുന്ന എലമെൻറ്റിനെ സം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഈ കോയിലിൻ്റെ സർക്കുലാർ കോയിലിൻ്റെ സർക്കംഫറൻസ് ആണ്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ സർക്കംഫറൻസ് ഓഫ് എ സർക്കുലാർ കോയിൽ? ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? 2πr, വേർ ആർ ഇസ് ദ റേഡിയസ്. പക്ഷെ ഇവിടെ നമ്മൾ റേഡിയസ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ലെറ്റർ എ ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഡി എൽ എന്നതിന് പകരം ഇൻ്റഗ്രൽ ഡി എല്ലിന് പകരം നമുക്ക് എന്തെഴുതാം? 2πa എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എഴുതാം മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഈക്വൽ ടു μ0/4π I ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ഇൻറ്റു 2πa. ഇൻ്റഗ്രൽ ഡി എൽ എന്താണ്? 2πa ആയതുകൊണ്ട് നമുക്കെങ്ങനെ എഴുതാം? ഞാൻ ഈ പടം വായിക്കുകയാണ്. d is equal to μ0/4π രണ്ട് എ ഉണ്ട്, ഐ ഇൻറ്റു എ സ്ക്വയർ എന്ന് എഴുതാം. μ0/4π
അതിനുശേഷം I ഇൻറ്റു എ സ്ക്വയർ എന്ന് എഴുതാം. കാരണം A ഇൻറ്റു എ സ്ക്വയർ. ഈ മുകളിൽ കിടക്കുന്ന 2π താഴെ കിടക്കുന്ന 4π ആയിട്ട് വെട്ടിപ്പോയിട്ട് ബാക്കി 2 ഉള്ളൂ താഴെ. പൈയും വെട്ടിപ്പോവും. 2ഉം 4ഉം കൂടെ വെട്ടിയിട്ട് താഴെ ഞാൻ 2 എഴുതി. അപ്പം μ0/4π I ഇൻറ്റു എ സ്ക്വയർ. അപ്പോൾ 4π നമ്മൾ വെട്ടുകയാണെങ്കിൽ അത് നമുക്ക് എഴുതണ്ട. അപ്പം μ0 ഇൻറ്റു I ഇൻറ്റു എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 എന്ന് നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടും. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിസ് ഓഫ് എ കറന്റ് ക്യാരിയിങ് സർക്കുലർ കോയിൽ. ഒരു കറന്റ് ക്യാരിയിങ് സർക്കുലർ കോയിലിന്റെ ആക്സിസിലുള്ള ഒരു പോയിന്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ആണ് B is equal to μ0 ഇൻറ്റു I ഇൻറ്റു എ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 എന്നുള്ളത്. ഇഫ് ദർ ആർ n ടേൺസ്, ഇത് ഒരു ടേൺ ഉള്ളെങ്കിലാണ് ഈ ഇക്വേഷൻ. ഇഫ് ദർ ആർ n ടേൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് B is equal to μ0 ഇൻറ്റു n ഇൻറ്റു I ഇൻറ്റു എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. This is the equation if there are n turns of coil. അപ്പോൾ നമ്മൾ ഹെഡിങ് എന്താ എഴുതിയേ? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിസ് ഓഫ് എ കറന്റ് ക്യാരിയിങ് സർക്കുലർ കോയിൽ ഡ്യൂ ടു ദ കറന്റ് ഇൻ ദ കോയിൽ ആണ് നമ്മൾ എഴുതിയത്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷനകത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തേ? അക്കോർഡിംഗ് ടു ബയോട്ട്-സവാർട്ട്സ് ലോ നമ്മൾ പടം വരച്ചിട്ട് നമ്മൾ പറഞ്ഞു ഒരു ചെറിയൊരു എലമെൻറ്റ് കാരണം ഉള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. എന്താണ്? dB sin phi ആണ്. എന്നിട്ട് നമ്മൾ dB എന്ന് പറയുന്നത് μ0/4π IDL sin θ ബൈ r സ്ക്വയർ ആണ്. നമുക്ക് ബയോട്ട്-സവാർട്ട്സ് ലോ എന്ന് എഴുതാം. സൈൻ ഫൈക്ക് A/r, ആറിന് പകരം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, റൂട്ടിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റേസ് ടു 1/2. ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ അവിടെ ഒരു അസംഷൻ പറഞ്ഞു, എക്സ് ആറിനേക്കാൾ ഒരുപാട് വലുതാണെങ്കിൽ സൈൻ തീറ്റയ്ക്ക് പകരം 1 എന്ന് എഴുതാം. അതുകൊണ്ട് നമ്മൾ അത് അവിടെ എഴുതിയില്ല. എന്നിട്ട് ഇതിനകത്ത് നിന്നെല്ലാം കോൺസ്റ്റന്റ് പുറത്തെടുത്തു. ആകെ ഒരൊറ്റ വേരിയബിളിലുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അത് DL ആണ്. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2π a എന്ന് കിട്ടും. ആ 2πയും താഴത്തെ 4πയും കൂടെ വെട്ടിയിട്ട് ബാക്കി 2 ഉള്ളൂ. ആ സാധനം എടുത്ത് ഇങ്ങോട്ട് എഴുതിയതേ ഉള്ളൂ. ഇത് ഒരു കോയിൽ മാത്രമേ ഉള്ളെങ്കിൽ, n ടേൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു n കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിസ് ഓഫ് എ കറന്റ് ക്യാരിയിങ് സർക്കുലർ കോയിൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ നോട്ട് ചെയ്തോളാം.